ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ സമരത്തിലൂടെ നാണം കെട്ട് കോൺഗ്രസ് നേതൃത്വം. DCC പ്രസിഡന്റ് സ്വന്തം മുണ്ടിൽ ചവിട്ടി വീണതിനെ പോലീസ് അതിക്രമിച്ചു വീഴ്ത്തിയെന്ന് നുണപ്രചാരണം നടത്തി ചെറുതോണിയിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരാഭാസം. കോൺഗ്രസ് ജില്ലാതലത്തിലുള്ള സമരത്തിൽ ജനപങ്കാളിത്തം കുറവായതിനാൽ വളരെ വൈകിയും ക്ഷുഭിതനായുമാണ് DCC പ്രസിഡന്റ് CP മാത്യു സമരത്തിനെത്തിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പങ്കാളിത്തം ചർച്ചയായതിനെ തുടർന്ന് സമരത്തിൽ നിന്ന് യഥാർത്ഥ പ്രവർത്തകർ വിട്ടുനിന്നതിലൂടെ സമരത്തിന് ജനപങ്കാളിത്തം വളരെ കുറവായിരുന്നു. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന സമരം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ചെറുതോണിയിലേക്ക് മാറ്റുവാൻ നേതൃത്വം തീരുമാനിച്ചത്. ഇതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. സമരത്തിന്റെ മുൻനിരയിലെത്താൻ DCC പ്രസിഡന്റിന് അണികൾ വഴി നൽകാതെ വന്നതോടെ CP മാത്യു വലതുവശം ചേർന്ന് മുന്നോട്ടു നീങ്ങുകയും സ്വന്തം മുണ്ടിൽ ചവിട്ടി വീഴുകയും ചെയ്തു. സ്വയം വീണ പ്രസിഡന്റിനെ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ആക്രമിച്ചതാണെന്ന് വരുത്തി തീർക്കുന്നതിനും അതുവഴി മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനുമാണ് പ്രാദേശിക നേതാക്കൾ ശ്രമിച്ചത്. ആളില്ലാ സമരം നിയന്ത്രിക്കാൻ വന്ന വിരലിൽ എണ്ണാവുന്ന പോലീസുകാർക്കു നേരെ ആക്രോശിക്കുന്നതും ഭീഷണി മുഴക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്വന്തം മുണ്ടിൽ ചവിട്ടി വീണ DCC പ്രസിഡന്റ് മൂലം ദുരിതമനുഭവിച്ചത് ചെറുതോണിയിലെ ജനങ്ങളായിരുന്നു. പോലീസ് അതിക്രമിച്ച് വീഴ്ത്തിയെന്ന് നുണപ്രചാരണം നടത്തി ചെറുതോണിയിൽ മണിക്കൂറുകളോളം കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. സമീപത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി എത്തിയ വാഹനങ്ങളും ഫയർഫോഴ്സ് വാഹനം പോലും കടത്തിവിടാതെ തടഞ്ഞിട്ടുകൊണ്ടായിരുന്നു കോൺഗ്രസ് നടത്തിയ സമരാഭാസം. ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വന്ന പിഞ്ചുകുഞ്ഞിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് താന്നിക്കണ്ടം വഴി വാഹനം തിരിച്ചുവിട്ടാണ് ആശുപത്രിയിലെത്തിച്ചത്. ആളില്ലാ സമരത്തിന്റെ നാണക്കേട് മറയ്ക്കാനാണ് സമരനാടകത്തിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് CPIM ജില്ലാ നേതൃത്വം അറിയിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.